മലപ്പുറം വളാഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് കടന്ന കാർ പിടികൂടി. വാഹനമോടിച്ചത് മുക്കിലപീടിക സ്വദേശി വിജീഷ്. കാറിൽ നിന്നും 15 ലിറ്ററോളം വരുന്ന അനധികൃത വിദേശ മദ്യം കണ്ടെടുത്തു. വളാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ കാലടി പ്ലാന്റേഷന്റെ ഓയിൽ പാം എസ്റ്റേറ്റിൽ നിന്നും ഭീമൻ പെരുമ്പാമ്പിനെ പിടികൂടി. 55 കിലോ തൂക്കവും 70 സെന്റിമീറ്റർ വീതിയും 12 അടിയോളം നീളവുമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. ഏഴാറ്റുമുഖം RRT റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ പിടികൂടിയ പാമ്പിനെ ഉൾവനത്തിൽ തുറന്നുവിടും. തൃശൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു. തെക്കേയങ്ങാടി സൗത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 2 യുവാക്കൾ ചികിത്സയിൽ. തൃശൂർ കൊക്കൂരിൽ ഗൃഹനാഥയെ വീട്ടുകിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊക്കൂർ മടത്തുംപുറത്ത് സ്വദേശിനി രാധാമണിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. രാധാമണിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വീടിനടുത്തുള്ള കിണറിൽ മൃതദേഹം കണ്ടെത്തിയത്. തൃശൂരിൽ അതിശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് പൊട്ടിവീണ് ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെക്കിന്റെ ശിഖരമാണ് വൈദ്യുതി കമ്പിയിലേക്ക് വീണത്. തൃക്കണ്ണപതിയാരം ചുങ്കത്ത് വീട്ടിൽ മേരി ജോസിന്റെ വീടിന്റെ മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ പാണഞ്ചേരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ധർണ നടത്തി. വെള്ളാനിക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ മുൻപിൽ മാനുഷാദ എന്ന പേരിലാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വാൻസ് കൈപ്പറ്റി സോളാർ സിസ്റ്റം സ്ഥാപിച്ചു നൽകാത്തതിൽ കമ്പനിക്കെതിരെ കോടതി വിധി. പാലക്കാട് ഓക്സ്ബൻ ടെക്നോളജീസിന്റെ മാനേജിംഗ് പാർട്ണർ സ്റ്റാലിൻ, രാജീവ് എന്നിവർക്കെതിരെയാണ് വിധി. സോളാർ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ഹർജിക്കാരനിൽ നിന്നും കമ്പനി കൈപ്പറ്റിയത് 1 ലക്ഷം രൂപ. വിധി 1,15,000 രൂപ നൽകാൻ. അനുമതിയില്ലാതെ പണമിടപാട് സ്ഥാപനം നടത്തിയ കേസിൽ പ്രതികൾ പിടിയിലായത് തൃശൂർ സ്വദേശികളായ സജീന്ദ്രൻ, രഞ്ജിത്ത്, വിവേക്, അർഷാദ് എന്നിവർ. സ്ഥാപനം പ്രവർത്തിച്ചത് കോർപ്പറേഷൻ ലൈസൻസോ മണി ലെൻഡിംഗ് ലൈസൻസോ ഇല്ലാതെയെന്ന് തൃശൂർ ഈസ്റ്റ് പോലീസ്. തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസം സ്വദേശി പോലീസ് പിടിയിൽ. അസം സ്വദേശി മൊജഹറുൽ ഇസ്ലാമാണ് പിടിയിലായത്. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളുടെ രഹസ്യാന്വേഷണ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതിയെ ഈസ്റ്റ് പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം കാട്ടാക്കട ഉന്നാംപാറയിൽ തേക്ക് മരം വീണ് 4 KSEB പോസ്റ്റുകൾ തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന മരമാണ് ശക്തമായ മഴയിലും കാറ്റിലും ഒടിഞ്ഞു വീണത്. തുടർന്ന് കാട്ടാക്കട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി നടപടി സ്വീകരിച്ചു. കൊല്ലം ശൂരനാട് ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മയ്യനാട് സ്വദേശി അൽത്താഫാണ് പിടിയിലായത്.